ഇന്നത്തെ പണി കണ്ടില്ലയോ? ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കബോർഡിനകം ഒന്ന് ക്ലീനപ്പ് ചെയ്യുക എന്ന് വിചാരിച്ച്. ഇവിടെ ഭയങ്കര എലിശല്യമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഇതിനകത്ത് ഫുള്ളി എലി എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം മൊത്തത്തിൽ എലി കയറിയേക്കുന്നു, 2 എലി. അതാണെങ്കിൽ പോകുന്നില്ല. അതിനുശേഷം അതിനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഈ കബോർഡ് തുറന്നപ്പം ചെറിയൊരു സ്മെല്ലും ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ശിവരാത്രിയല്ലേ വരാൻ പോകുന്നത്. ശിവരാത്രിക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ അത്യാവശ്യം ക്ലീൻ ചെയ്യും. പിന്നെ പഴയ പാത്രങ്ങൾ ഓണത്തിനും അതുപോലെ ചെയ്യുന്നവർ കാണാം. ഓണത്തിനും നമ്മൾ ചെയ്യും, ശിവരാത്രിക്കും നമ്മൾ ചെയ്യും. നമ്മുടെ വീട്ടിൽ ആകെയുള്ള ഒരു ഉത്സവം ശിവരാത്രിയാണേ. അപ്പം നമ്മൾ പഴയ പാത്രങ്ങളെല്ലാം ഇറക്കിയിട്ട് അങ്ങോട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ കുറേ പാത്രം എല്ലാം കഴുകി ഇത് ഉണക്കാൻ ഇട്ടേക്കുന്നതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ചാക്ക് എടുത്ത് വിരിച്ച്, കാരണം കഴുകിയ പാത്രം എല്ലാം നമുക്ക് കമത്തി വെച്ച് വെയിൽ കൊള്ളിച്ച് ഉണക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഈ സ്റ്റീൽ പാത്രമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പം അതിന് നല്ല ഒരു തിളക്കമാണേ. പണ്ടുള്ള വീട്ടിലൊക്കെ അങ്ങനെയാണ്. വെളിയിലിട്ടാണ് കൂടുതലും പണ്ടുള്ളവർ പാത്രം കഴുകാറുള്ളത്. അത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമേ അകത്ത് കൊണ്ട് വെക്കാറുള്ളൂ. അപ്പം ഞാനും ഓർത്ത് അകത്ത് സിങ്കിൻ്റെ അവിടെ നിന്ന് കഴുകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് വെളിയിൽ നിന്ന് കഴുകി ഇതുപോലെ ചാക്കിലൊക്കെ കമത്തി വെച്ച് ഉണക്കി പിറക്കി നമുക്ക് തിരിച്ചടുക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേകത, നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടേ. അതുകൊണ്ട് ഞാൻ ഇനിയും പെട്ടെന്ന് ഇതൊക്കെ ചോറ്റുപാത്രങ്ങളാണ്. ഇവിടെ അമ്മയുള്ള സമയത്ത് ഞാൻ LKG തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വർഷത്തെയും പാത്രങ്ങൾ, തട്ടപ്പാത്രങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കും. എങ്കിൽ നമ്മുടെ ഊണ് പ്ലേറ്റാണ് ഒരു 10 ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴുകിയപ്പോൾ 8 ഉള്ളൂ. ബാക്കി എന്തെന്ന് അറിയത്തില്ല. ഇത് ബാക്കി കാസറോള്, തൂക്കുപാത്രങ്ങൾ, പിന്നെ ചോറ്റുപാത്രങ്ങൾ, അങ്ങനെയുള്ള സകലമാന പാത്രങ്ങളുണ്ട്. ഇനി ഈ വീട്ടിൽ സകലമാന പാത്രങ്ങൾ മണ്ടയ്ക്കത്തെ കുറച്ച് ഷെൽഫിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പാത്രങ്ങളും ഞാൻ ഇറക്കി കഴുകി. ഈ കഴുകെല്ലാം കഴുകി അകത്തോട്ട് കയറിയപ്പോൾ അകത്തു നിന്നാണ്ട് സിങ്കിൻ്റെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തന്നെ ഇതും കൂടെ കഴുകി വെച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് ഓർത്ത് കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിനകത്തോട്ട് ബാക്കി പാത്രങ്ങളെല്ലാം വെച്ച്, കാരണം ഞാനിപ്പോൾ കാളമുട്ടിലോട്ട് പോകും. പിന്നെ പട്ടിയോ എന്തെങ്കിലും കയറിയാൽ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ ഇതിനകത്തോട്ടാക്കി മേലോട്ട് പൊക്കി വെച്ചിട്ട് പോകാമെന്നുള്ള ധാരണയിൽ നമ്മുടെ കാളമുട്ടിൽ സദ്യ, നമ്മൾ സദ്യ ഉണ്ണാൻ പോവാണ്. സദ്യ ഇനി എന്തായാലും തിരിഞ്ഞ് നടക്കുന്നുണ്ട് നമ്മുടെ വീട്. ഇതുകൊണ്ട് നമ്മുടെ വീട് ഒരു കാടും പടവലയും തീർത്താണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ശിവരാത്രിയാണ്. അപ്പം നമ്മുടെ സ്വന്തം കാളമൂട്ടിലാണ് ഇന്നോട്ട് കഞ്ഞിയാണ്. നാളെ മുതൽ കഞ്ഞിയാണ് കാളമൂട്ടിൽ. ഇന്നാണെങ്കിൽ സദ്യ. അപ്പം നമ്മൾ സദ്യ ഉണ്ണാൻ പോവാണ്. സദ്യയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലെന്നപ്പം നോക്കാം. അപ്പം ഇതിനപ്പുറമാണ് റോഡ് വരുന്നത്. ഞാൻ ഈ കാട് വഴി അങ്ങ് ഇറങ്ങി. ചിലവർക്കൊക്കെ ഇങ്ങനെ പേടിയായിരിക്കും, വിജനമായ വഴി. ഈ ഇതൊന്നുമില്ലല്ലോ, വീടുകളൊന്നും ഇവിടില്ല. അപ്പം എല്ലാവർക്കും ഒരുമാതിരി പേടിയാണ് ഇതുവഴി ഇറങ്ങിപ്പോവാൻ. എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല. നമ്മൾ ജനിച്ച് വളർന്ന് പണ്ട് പോലെ നമ്മൾ കാടൊക്കെ ഇങ്ങനെ കണ്ട, ആ കാണുന്ന വീടാ. ഇനി അപ്പുറത്ത് റോഡാണേ. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇതിൽ വരുന്നില്ല. ഞാൻ ഓടുവാണ്.
ഞാൻ പെട്ടെന്ന് അനുജാൻറ്റിയുടെ അങ്ങോട്ടാണ്, നമ്മുടെ വീട്ടിൽ നിന്നൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട് കടയ്ക്കായാലും കുഴപ്പമില്ല. അനുജാൻറ്റിയുടെ അങ്ങ് ചെന്നപ്പം മിന്നുക്കുട്ടൻ അവിടെ നിന്ന് ഭയങ്കര കളിയാണ് എന്നെ നോക്കിക്കൊണ്ട്. അവളെന്നെ അകത്തോട്ട് വിടുവാന്നോ അതോ കെട്ടിപ്പിടിക്കാൻ വരുവാണോ? ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ അപ്പുറത്ത് വന്ന് തന്നെ അവൾ ഇരിക്കും, എനിക്ക് കാവലിരിക്കുമെന്ന്. നമ്മുടെ അനിതകുമാരി പെട്ടെന്ന് പോയി ഒരുങ്ങുവാണ്. കാരണം കളമുട്ടി തുടങ്ങാൻ സമയമായില്ലേ, കഞ്ഞി കൊടുക്കാൻ 1 മണി 12 മണി തൊട്ട് കൊടുക്കും. ചിന്നു ആണെങ്കിൽ ചോറിന് വേണ്ടി അനുജാൻറ്റിയുടെ അങ്ങോട്ട് വന്നതാണ്. പിന്നെ അനുജാൻറ്റി ഓടിപ്പോയി അവൾക്കും ചോറ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങൾ വരുന്നിടം വരെ അവൾ വിശന്നിരിക്കത്തില്ല, അവൾ പ്രസവിച്ച് കിടക്കുകയും കൂടെ. പ്രസവിച്ച് കൊടുക്കുന്ന വയറുകൾക്ക് എന്തൊരു വിശപ്പായിരിക്കും, പ്രത്യേകിച്ച് ഇതുങ്ങൾക്കൊക്കെ ആരുണ്ട്, നമ്മളെപ്പോലുള്ളവർ വേണം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ, കഷ്ടം പാവങ്ങൾ. അങ്ങനെ ഞങ്ങൾ ദാണ്ട റെഡിയായി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണേ. അങ്ങനെ ഞങ്ങൾ കഥ അടച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാൻ ഒരുങ്ങുക. അതെ, നമ്മൾ എവിടെ പോവാ? നമ്മള് സപ്താഹത്തിന്റെ സപ്താഹം മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. തത്തമ്മന്റെ കരയുടെ കാളമൂട്ടിൽ സദ്യ ഉണ്ണാൻ പോവാ. അതെ, ഇനി ഞങ്ങൾ എന്നും വീട്ടിൽ കഞ്ഞി വെക്കത്തില്ല, ഡെയിലി കഞ്ഞി അവിടെ കിട്ടും. ഡെയിലി കഞ്ഞിയുണ്ട് അവിടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന ഇന്ന് ചോറൊന്നും വെച്ചില്ല കേട്ടോ. അല്ല കിടക്കട്ടെന്ന് വേണ്ടായോ? അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങുവാണേ. സുന്ദരിയായ ഫാൻസ് ആരൊക്കെയാ? ആരും പറയും തത്തമ്മനക്കാരില്ല. ഇപ്പൊ തത്തമ്മനക്കാര് ഞങ്ങളെ പൊതിന്ന് കാണാം, പൊതിന്നല്ലയോ? പോവാന്നോ? അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അവിടെ കഞ്ഞിയല്ല, പകരം അന്നദാനമാണ്, നമ്മുടെ സദ്യ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട്. കുറച്ച് നടക്കാനുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്നൊരു 1/2 കിലോമീറ്ററോളം ഉണ്ടെന്നോ, 1/2 കിലോമീറ്റർ ഉണ്ട്, അടുത്താണ്, കുറച്ച് നടക്കാനുണ്ട്, റോഡിൽ തന്നെയാണ്. അപ്പോൾ KP റോഡ് വഴി പാസ് ചെയ്യുന്ന എല്ലാവരും കഴിക്കുക. ഇപ്പോൾ കഞ്ഞിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി 15, 14-ാം തീയതി സദ്യയാണ്. അതുവരെ കഞ്ഞി, അസ്ത്രം, പയറ്, മുദ്ര അങ്ങനെ പൊക്കോണ്ടിരിക്കും. നല്ലതല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നത്, അതൊരു ഭയങ്കര വൈബാണ്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വൈകിട്ട് ഇറങ്ങി നടന്ന്. പക്ഷെ ഒടുക്കാലത്തെ വെയിലാട്ടോ, വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ് കരിഞ്ഞു പോവും വെയിലത്ത് നിന്ന് നടന്ന്. എന്തൊരു വെയിലായിരുന്നു. ഞാനാണെങ്കിൽ ഷാൾ എടുക്കാഞ്ഞുകൊണ്ടും ഇടാഞ്ഞുകൊണ്ടും ഞാൻ അനുജാൻറ്റിയുടെ ഷാളിലാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പുള്ളിക്കാരി ഷാൾ എടുത്തുകൊണ്ട് വരും, ഞാനും പുള്ളിക്കാരിയും കൂടെ അപ്പുറം ഇപ്പുറവും തലയിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇതാണ് നമ്മുടെ തത്തമുന്നയിലെ കാള. ഏഷ്യയിലെ നമ്പർ 1 കാളയാണ് നമ്മുടെ ശിവരാത്രി വെച്ച്. ഇനി ഇത് കാളത്തലയെല്ലാം വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതെടുക്കത്തുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ സ്നേഹം കണ്ടില്ല, എന്തൊരു സ്നേഹമുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമാണ്. ഓരോരുത്തർ വന്നിടത്തിരുന്ന് വിശേഷങ്ങൾ ചോദിക്കും. ഇവിടാണ് വായന നടക്കുന്നത്. ഇത്രയും ദിവസം വായനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിലാണ് നമുക്ക് ഇത് അന്നദാനം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും ഒത്തിരി തിരക്കും ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. നേരെ ഞങ്ങൾ ചോറ് തണ്ടേ നമ്മുടെ സദ്യ. എന്തൊരു രുചിയായിരുന്നെന്നറിയാമോ? ഇങ്ങനെയൊക്കെ നമുക്ക് സദ്യ കിട്ടുമ്പോൾ രുചി മാത്രമല്ല, ഭയങ്കര മനസ്സിനൊരു സന്തോഷവും. അങ്ങനെ ശിവരാത്രിയുടെ തുടക്കമൊക്കെ ആണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പണ്ടൊക്കെ ഇത്രയും വലിയ ആഘോഷങ്ങളില്ലായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പോഴങ്ങനല്ല. അത് കഴിഞ്ഞ് ഞാനുണ്ട് മിനിയപ്പച്ച് വന്ന്. അപ്പോൾ കുറേ നാളായില്ലയോ എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് സദ്യ കഴിക്കാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുച്ചുവർത്തമാനങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ തിരക്കായിരുന്നു വീഡിയോയിൽ എവിടെയെന്ന്. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് നാളൊന്ന് മാറി നിൽക്കുവാണ്, വേറൊന്നുമല്ല, ചേച്ചി പ്രസവിച്ചുകൊണ്ട് കുഞ്ഞുള്ളത് കൊണ്ടുമാണ് മാറി നിന്നത്. ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, സദ്യ അടിപൊളിയായിരുന്നു. പക്ഷെ ശകലം പനിയായിപ്പോണ്ട് പോളിങ് കുറവായിരുന്നു. നമ്മൾ പ്രഥമനം മേടിച്ച് വീണ്ടും കാട് കയറല്ല, അയ്യം കയറി വീട്ടിൽ പോകാൻ പോകുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പെട്ടെന്ന് ദഹിക്കട്ടെന്ന് ഓർത്ത് വേഗം ഞാൻ വീട്ടിലോട്ട് വന്ന് കഥ തുറക്കാൻ എന്താണെന്നറിയത്തില്ല, ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇടിച്ച് തകർത്ത് ഞാൻ തുറന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ അപ്പച്ചി ഇടുക്കിലോട്ട് പോവാണേ. നമ്മുടെ കുഞ്ഞിനെ കണ്ടിട്ട് കുറേ ദിവസമായി. പിന്നെ അവനെ കണ്ടു, കുറച്ച് നേരം അവനെ ഇരുത്തി കളിപ്പിച്ചു. പിന്നെ ഞാൻ അവനോട് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുക. ഞാൻ
അവൻ്റെ അപ്പച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോ നീ ഇതൊക്കെ പറയണം, നീ ഇതൊക്കെ ചോദിക്കണം ചേച്ചിയോടെന്ന്. പിന്നെ ഞാൻ നേരെ നമ്മുടെ പാല് കുപ്പി എടുക്കാമെന്നുണ്ട്. സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കാൻ അടുത്തൊരു കടയിൽ കയറി കുപ്പി ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ കുപ്പി ഓടിപ്പോയി എടുത്തോണ്ട് തന്നുണ്ട്. സ്പ്രൈറ്റ് കുപ്പി ആയിരുന്നു. ഞാൻ പിന്നെ നന്നായിട്ട് കഴുകി, കാരണം പാല് സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചൊഴിക്കണ്ടായോ, അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ പാലും ചീത്തയായി പോവും. അങ്ങനെ എൻ്റെ കഴുകാണ് കണ്ടത്. അവിടുത്തെ ഒരു ടാങ്ക് വെള്ളം അടുപ്പിച്ച് ഞാനങ്ങ് കഴുകി തീർന്നെന്ന് തോന്നുന്നു കടയിൽ. പിന്നെ അല്ല നമ്മളോടാ കളി. സൊസൈറ്റി പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. പണ്ടൊക്കെ സൊസൈറ്റി ക്യൂ നിൽക്കണമായിരുന്നു. ഇപ്പം എല്ലാവർക്കും നേരെ ചെല്ലുക, കുപ്പിപ്പാൽ മേടിക്കുക, അല്ലെ കവർ പാൽ മേടിക്കുക. സൊസൈറ്റിയിലൊന്നും ക്യൂ നിന്ന് ആർക്കും മേടിക്കാൻ വയ്യല്ലോ. എന്നിട്ട് നേരെ ബില്ലടിച്ച് കഴിഞ്ഞിട്ടാണ് പാല് തരുന്നത്. അങ്ങനെ പാല് നമുക്കുള്ള 1 ലിറ്റർ പാലാണ് ഈ മഗ്ഗിലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒഴിച്ചു തന്നാൽ മതി, ഞാൻ ഒഴിച്ചിനി അവിടെ വിടാൻ എനിക്ക് വയ്യാന്ന്. അപ്പോൾ എന്നാൽ ഞാൻ ഒഴിച്ചു തരാം മോളെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ദാണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നിറയട്ടെ, ആ 1 ലിറ്റർ പാലാണ് ഈ കാണുന്നത്. പിന്നെ ചേച്ചിയൊക്കെ ഇവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തുള്ളിപ്പാൽ പോലും കളയാതൊക്കെ ഒഴിക്കും. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി മുക്കാലും ഇപ്പോൾ താഴെ പോയേനെ. അങ്ങനെ ചേച്ചിയെ കൊണ്ട് തന്നെ ഞാനത് മൊത്തം ഒഴിപ്പിച്ചേ. ചായ ഇട്ട് കഴിഞ്ഞാൽ സൈഡായിട്ടൊരു കടി വേണ്ടായോ, അതിനാണ് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ അണ്ണന്മാരുടെ കടയിലോട്ട്. തമിഴണ്ണന്മാരുടെ കടയാണ്. അവർ നല്ല വൃത്തിയിലും നീറ്റിലൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ലൈവായിട്ടും. ഇവിടെ വന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കടികളെല്ലാം മേടിച്ച്, ഞാനാണെങ്കിൽ ഇരിക്കുന്ന കടകളിൽ നിന്ന് എല്ലാ കടികളും മേടിച്ച്. കാരണം വീട്ടിൽ അംഗസംഖ്യ ഇന്ന് കൂടുതലാണ്. അംഗസംഖ്യ കൂടുമ്പോൾ എല്ലാ കടകളും അടിയില്ലാതെ എല്ലാവരും തിന്നാൻ വേണ്ടി എല്ലാ സാധനങ്ങളും മേടിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മ ഈ പാത്രം എല്ലാം പിറക്കി അകത്ത് വെച്ചിരുന്നേ. മിറ്റമൊക്കെ തൂത്ത് തന്നു പുള്ളിക്കാരി എനിക്ക്. പിന്നെ ഇനി ഇത് അടുക്കി പിറക്കി വൃത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ ഇങ്ങനെ ഇരുന്ന ഈ കബോർഡിനെ നമ്മൾ ഇങ്ങനാക്കി തീർത്ത്. ഇപ്പോൾ എങ്ങനെയുണ്ട് തട്ടപ്പാത്രങ്ങൾ കണ്ടില്ലേ? ഇനി ബാലൻസ് ഇപ്പുറത്ത് അടുക്കാനും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലാണെങ്കിൽ അംഗം പിങ്കം വഴക്കായി ബഹളമായി. അച്ഛനാണെങ്കിൽ വേഗം പറഞ്ഞു എന്നാൽ നന്ദുവിനെ വേഗം ഒരുക്കിയേക്ക്, കാളമൂട്ടി കൊണ്ടുപോകാൻ പരിപാടി കാണിക്കാമെന്ന്. അങ്ങനെ കണ്ട സോനു കാളമൂട്ടിലേക്ക് അവളെ ഒരുക്കി വിടുവാന്ന് അച്ഛൻ്റെ കൂടെ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.